ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് പേഴ്സണലി 5 ക്രെഡിറ്റ് കാർഡുകളാണുള്ളത്. ഒന്ന് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ, പിന്നെ HDFC ബാങ്കിൻ്റെ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി, പിന്നെ യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ്, അതായത് കിവി കാർഡ്. ഇത് 3 ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെയുള്ള സ്ലൈസിൻ്റെ സൂപ്പർ കാർഡുണ്ട്, അത് ലൈഫ് ടൈം ഫ്രീ ആണ്. അങ്ങനെ എനിക്ക് ടോട്ടൽ 5 കാർഡുണ്ട്, അതിൽ 4 ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ ചാർജ് കൊടുക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ SBI കാർഡിൻ്റെ ഒരു ക്യാഷ് ബാക്ക് കാർഡാണ്. ആ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല, ചാർജബിൾ ആണ്. 999 രൂപ പ്ലസ് GST ആണ് റിന്യൂവൽ ഫീസ് വരുന്നത്. പക്ഷേ റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ആ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ റിന്യൂവൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ പേഴ്സണലി എനിക്ക് 5 ക്രെഡിറ്റ് കാർഡുകളാണുള്ളത്. അതിന് കൂടുതൽ പുതിയൊരു കാർഡ് കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡാണ് എടുത്തത്. ട്രാവലേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണ്. ആക്സിസ് ബാങ്കിൻ്റെ ഒരു പ്രീമിയം കാർഡായിരുന്നു അറ്റ്ലസ് കാർഡ്. അറ്റ്ലസ് കാർഡ് ഇപ്പോൾ നിലവിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ അറ്റ്ലസ് കാർഡിൻ്റെ ഒരു വേറൊരു പതിപ്പാണ് ഈ ഒരു ഹൊറൈസൺ കാർഡ്. ഒരു മിഡ് ലെവൽ പ്രീമിയം കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ജോയിനിങ് ഫീസൊക്കെ ആപ്ലിക്കബിൾ ആണ്, ആനുവൽ ഫീസും ഉണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡല്ല. ട്രാവലേഴ്സ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ട്രാവലൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പറ്റിയൊരു കാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർഡിന് ട്രാവൽ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ 5% ബെനിഫിറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ്, അതായത് ഇന്ത്യക്ക് വെളിയിലെ മറ്റു രാജ്യങ്ങളിലെ എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 2 തവണ എന്ന രീതിയിൽ വർഷത്തിൽ 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പ്രയോറിറ്റി പാസ് വഴി. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നത് വിസ വേരിയൻ്റ് കാർഡാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ, അതായത് ഇന്ത്യക്കുള്ളിലെ എയർപോർട്ട് ലോഞ്ചുകൾ, സെലക്ടഡ് എയർപോർട്ട് ലോഞ്ചുകൾ ക്വാർട്ടർലി 8 തവണ എന്ന രീതിയിൽ വർഷത്തിൽ 32 തവണ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനി കാർഡ് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ളതാണെങ്കിൽ ക്വാർട്ടർലി 6 തവണ എന്ന രീതിയിൽ നമുക്ക് ഒരു വർഷം 24 തവണ ഇന്ത്യക്കുള്ളിലെ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. സോ അങ്ങനെ ആക്സിസ് ബാങ്കിൽ നിന്നുള്ള ഒരു ട്രാവൽ കാറ്റഗറി കാർഡാണ് ഈ ഒരു ഹൊറൈസൺ കാർഡ്. സോ ഈ ഒരു കാർഡിന്റെ വിശദാംശങ്ങൾ നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീസും റിന്യൂവൽ ഫീസും നോക്കാം. 3000 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും റിന്യൂവൽ ഫീസും വരുന്നത്. അതായത് ഏകദേശം 3540 രൂപ വരും. പക്ഷേ നമ്മൾ ഈ ഒരു ജോയിനിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നു. 5000 എഡ്ജ് മൈൽസ് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഇക്വലന്റ് 5000 രൂപയാണ്. നമ്മൾ കാർഡ് കിട്ടി ആദ്യത്തെ 8 ഡേയ്സിനുള്ളിൽ നമ്മൾ 1000 രൂപയ്ക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു 5000 എഡ്ജ് മൈൽസ് കിട്ടൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 3540 രൂപ കൊടുത്താലും 5000 രൂപ വെറുത്തായിട്ടുള്ള ഒരു എഡ്ജ് മൈൽസ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ജോയിനിങ് ഫീസ് നമുക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റിന്യൂവൽ ഫീസ് വരുന്നതും വർഷം 3540 രൂപയാണ് GST ഇൻക്ലൂഡഡ് ആയിട്ട്. നമുക്ക് മറ്റു കാർഡുകളിലൊക്കെ ഉള്ളതുപോലെ റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും. അങ്ങനെയുള്ളൊരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. റിന്യൂവൽ ഫീസ് നമ്മൾ കൊടുക്കണം. നമ്മൾ റിന്യൂവൽ ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മറ്റൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്കവിടെ റിന്യൂവൽ ബെനിഫിറ്റ് ആയിട്ട് 1500 എഡ്ജ് മൈൽസ് ഓരോ വർഷവും കിട്ടും. ഇക്വലന്റ് 1500 രൂപ. സോ 3540 രൂപ കൊടുത്താലും 1500 രൂപ വെറുത്തായിട്ടുള്ള എഡ്ജ് മൈൽസ് അവിടെ കിട്ടും. സോ എഫക്റ്റീവ്ലി വർഷം കൊടുക്കേണ്ടി വരുന്ന റിന്യൂവൽ ഫീസ് 2040 രൂപയാണ്. നമ്മളേക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ 2040 രൂപ കൊടുത്താലും നമുക്കത് വെർത്താണ്. ഇനി ഒരു കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡ്ജ് മൈൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എഡ്ജ് റിവാർഡ് പോർട്ടലിൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ 100 രൂപയ്ക്കും 5 എഡ്ജ് മൈൽസ് കിട്ടും. അതേപോലെ തന്നെ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 100 രൂപയ്ക്കും 5 എഡ്ജ് മൈൽസ് കിട്ടും. അതായത് ഇപ്പോൾ എയർ ഇന്ത്യ ആണെങ്കിൽ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓരോ 100 രൂപയ്ക്കും 5 എഡ്ജ് മൈൽസ് കിട്ടും. അതായത് ഇക്വലന്റ് 5 രൂപ, അതായത് 5% വാല്യൂ ബാക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി മറ്റു എലിജിബിൾ ആയിട്ടുള്ള നോർമൽ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 2 എഡ്ജ് മൈൽസ് കിട്ടും. ഇക്വലന്റ് 2 രൂപ, അതായത് 2% വാല്യൂ ബാക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടോൾസ്, യൂട്ടിലിറ്റീസ് ആൻഡ് ടെലികോം, ഇൻഷുറൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേയ്മെന്റ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേയ്മെന്റ്, വാലറ്റ് ലോഡിംഗ്, റെന്റ് പേയ്മെന്റ്, ഫ്യൂൽ പേയ്മെന്റ് എന്നിങ്ങനെയുള്ള കാറ്റഗറീസിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. ഇനി നമുക്ക് കിട്ടുന്ന ഒരു എഡ്ജ് മൈൽസ് എങ്ങനെ റിഡീം ചെയ്യാം? ഒന്നാമതായിട്ട് ആക്സിസ് ബാങ്കിന്റെ എഡ്ജ് പോർട്ടൽ വഴി, എഡ്ജ് റിവാർഡ് പോർട്ടൽ വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും എക്സ്പീരിയൻസുകൾ ബുക്ക് ചെയ്യാനും ഉപയോഗിക്കാം. ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു എഡ്ജ് മൈൽസ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലന്റ് ആണ്. ഇപ്പോൾ 10,000 എഡ്ജ് മൈൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബുക്ക് ചെയ്യാം. മിനിമം 500 എഡ്ജ് മൈൽസ് ഉണ്ടാകണം നമുക്കത് റിഡീം ചെയ്യാനായിട്ട്. മറ്റൊരു ഓപ്ഷൻ മൈൽസ് ട്രാൻസ്ഫർ ഓപ്ഷനാണ്. നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസ് പാർട്ണർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുറേയധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് അട്രാക്റ്റീവായിട്ടുണ്ടായിരുന്നത് അക്കോർ ഹോട്ടൽസിൻ്റെ പാർട്ണർ പോയിന്റ്സ്
ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. 1:1 റേഷ്യോ ആണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5000 എഡ്ജ് മൈൽസ് ഉണ്ടെന്ന് കരുതുക. അത് അക്കോർ പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് 5000 അക്കോർ പാർട്ണർ പോയിന്റ്സ് കിട്ടും. ഈ 5000 അക്കോർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇക്വലന്റ് ടു 10,000 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ആ 10,000 രൂപയ്ക്ക് വർത്താറുള്ള ഹോട്ടൽസൊക്കെ നമുക്ക് അക്കോർ ഹോട്ടൽസ് വഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു കാർഡ് എടുത്തു. ആ സമയത്ത് തന്നെ ആക്സിസ് ബാങ്ക് അവരുടെ പാർട്ണറിൽ നിന്നും അക്കോർ ഹോട്ടൽസിനെയും ഖത്തർ എയർവേസിനെയും അതേപോലെ തന്നെ മാരിയോട്ടിനെയും അവർ ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പാർട്ണേഴ്സിലേക്ക് നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമുക്ക് കുറേ അധികം പാർട്ണേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും വാല്യൂ ബാക്ക് ഇല്ല. അക്കോർ ഹോട്ടൽസിൽ നമുക്ക് ഇപ്പോൾ ഒരു 10,000 എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ അത് ഇക്വലന്റ് ടു 20,000 രൂപയായിരുന്നു. 1:2 എന്ന് പറഞ്ഞ വാല്യൂ ബാക്ക് അവിടെ കിട്ടുമായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള പാർട്ണേഴ്സിലേക്ക് നമുക്ക് ഒട്ടുമിക്കതിലും 1:1 എന്ന് പറഞ്ഞൊരു വാല്യൂ ബാക്കാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ അത് ഇക്വലന്റ് ടു 10,000 രൂപയാണ്. ആ 10,000 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എയർ ഇന്ത്യയിൽ ബുക്ക് ചെയ്യാം, എയർ ഏഷ്യയിൽ ബുക്ക് ചെയ്യാം. 1:1 റേഷ്യോ മാത്രമാണ് കിട്ടുന്നത്. പാർട്ണേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് എയ്റോപ്ലാൻ ഉണ്ട്, ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട്, എത്യോപ്യൻ എയർലൈൻസ് ഉണ്ട്, എത്തിഹാദ് ഗസ്റ്റ് ഉണ്ട്, ഫിന്നെയർ പ്ലസ് ഉണ്ട്, പിന്നെ JL മൈലേജ് ബാങ്ക് ഉണ്ട്, സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട്, റോയൽ ഓർക്കിഡ് പ്ലസ് ഉണ്ട്, തുർക്കിഷ് എയർലൈൻസ് ഉണ്ട്, യുണൈറ്റഡ് മൈലേജ് പ്ലസ് ഉണ്ട്, എയർ ഏഷ്യ, ഫ്ലൈയിങ് ബ്ലൂ, എയർ ഇന്ത്യ, ITC, പിന്നെ ഓർക്കിഡ് റിവാർഡ്സ്, പിന്നെ റാഡിസൺ റിവാർഡ്സ്, സ്പൈസ് ജെറ്റ് എന്നിവയുടെയൊക്കെ ഈ കാണുന്ന ലിസ്റ്റിലുള്ള പാർട്ണേഴ്സിലേക്ക് നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസ് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. വാല്യൂ ബാക്ക് എല്ലാത്തിലും നമുക്ക് ഒട്ടുമിക്ക പാർട്ണേഴ്സിൽ നമുക്ക് 1:1 കിട്ടും. അതായത് 10,000 എഡ്ജ് റിവാർഡ് ഉണ്ടെങ്കിൽ ഇക്വലന്റ് 10,000 രൂപ. പിന്നെ ചില്ലത്, അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസ് ക്ലബ്ബ്, അതുപോലെ തന്നെ വിയറ്റ്നാം എയർലൈൻസ്, ഫിന്നെയർ പ്ലസ് എന്നിങ്ങനെ 3 പാർട്ണേഴ്സിൽ നമുക്ക് 1:1 കിട്ടില്ല, 2:1 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ ഇക്വലന്റ് ടു അത് 5,000 രൂപയായിരിക്കും ഈ 3 പാർട്ണേഴ്സിലും. ബാക്കി എല്ലാ പാർട്ണേഴ്സിലും നമുക്ക് 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമുക്ക് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ കയ്യിൽ എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ITC വഴി ITC ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ സ്പൈസ് ജെറ്റ് വഴി നിങ്ങൾക്ക് അവരുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ റാഡിസൺ റിവാർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റാഡിസൺ ബ്ലൂവിൻ്റെ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യാം. എന്നിങ്ങനെ ഈ കാണുന്ന പാർട്ണേഴ്സിലേക്ക് നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഹൊറൈസൺ കാർഡ് ആണെങ്കിൽ പെർ കസ്റ്റമർ ഐഡിയിൽ നമുക്ക് ഒരു വർഷം നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കുന്ന എഡ്ജ് മൈൽസ് 5 ലക്ഷം എഡ്ജ് മൈൽസ് ആണ്. അതായത് ഇക്വലന്റ് 5 ലക്ഷം രൂപ. പിന്നെ പാർട്ണർ വൈസ് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന് പറയുന്ന 2 ടേബിൾ കാണാം. അതിൽ ഗ്രൂപ്പ് Aയിൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു കസ്റ്റമർ ഐഡിയിൽ നിന്നും റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക മാക്സിമം 1 ലക്ഷം എഡ്ജ് മൈൽസ് ആണ്. ഗ്രൂപ്പ് Bയിൽ നിങ്ങൾക്ക് 4 ലക്ഷം എഡ്ജ് മൈൽസ് റിഡീം ചെയ്യാം. അങ്ങനെ മൊത്തം 5 ലക്ഷം എന്ന രീതിയിലാണ് ഒരു കസ്റ്റമർ ഐഡിയിൽ നമുക്ക് ഒരു വർഷം റിഡീം ചെയ്യാൻ സാധിക്കുന്ന എഡ്ജ് മൈൽസ്. ഇനി എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. ഇന്ത്യക്ക് വെളിയിലുള്ള എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 2 തവണ എന്ന രീതിയിൽ വർഷത്തിൽ 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. സോ പ്രയോറിറ്റി പാസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ പാർട്ണറായുള്ള എല്ലാ ലോഞ്ചിലും നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്നത് നിങ്ങളുടെ കാർഡ് വിസ നെറ്റ്വർക്കിലാണെങ്കിൽ ക്വാർട്ടർലി 8 തവണ എന്ന രീതിയിൽ വർഷത്തിൽ 32 തവണയും, മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണെങ്കിൽ ക്വാർട്ടർലി 6 തവണ, അതായത് 3 മാസം കൂടുമ്പോൾ 6 തവണ എന്ന രീതിയിൽ ഒരു വർഷം 24 തവണയും നമുക്ക് സൗജന്യമായിട്ട് ഇന്ത്യക്കുള്ളിലെ സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകളെ ലിസ്റ്റിൽ കാണുന്നതാണ്. ചുരുക്കം ചില ലോഞ്ചുകളാണ്. നമുക്ക് കൊച്ചിയിലുള്ളത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ടെർമിനൽ 1 എർത്ത് ലോഞ്ചാണുള്ളത്. പിന്നെ ഉള്ളത് കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, വഡോദര, കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിങ്ങനെ ഈ കാണുന്ന എയർപോർട്ട് ലോഞ്ചുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൻ കീ ഹൈലൈറ്റ് നിങ്ങൾ പ്രീവിയസ് ക്വാർട്ടറിൽ 30 രൂപ സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂവൽ സർചാർജ് വേവർ ആണ്. 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയാണ്, മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5,000 രൂപയാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 400 രൂപ വരെ നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് 10 ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാം ഈ ഒരു കാർഡിലും അവൈലബിൾ ആണ്. പിന്നെ വെനസ്ഡേ ഡിലൈറ്റ് എന്ന് പറയുന്ന ബെനിഫിറ്റ് വരുന്നുണ്ട്. മേക്ക് മൈ ട്രിപ്പ് വഴി ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 15% ഓഫ് നേടാം. പിന്നെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് 10% ഓഫ്, പിന്നെ ടീരയിൽ നമുക്ക് അപ് ടു 10% ഓഫൊക്കെ നമുക്ക് വെനസ്ഡേയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും. ഇനി ഒരു കാർഡ് എടുക്കാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് സാധിക്കുക. താല്പര്യമുള്ളവർക്ക് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ട്രാവലേഴ്സ് ആണ്, നിങ്ങൾ ഫ്ലൈറ്റ് ട്രാവൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വാല്യൂ ബാക്ക് നേടാം. അതുപോലെ തന്നെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ട്രാവൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.
ഇനി ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന് അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു പ്രീമിയം വേരിയൻറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നിലവിൽ നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വേരിയൻ്റ് ആണ് ഈ ഒരു ഹൊറൈസൺ കാർഡ്. അത് 5000 രൂപ പ്ലസ് GST ഉണ്ടായിരുന്ന ഒരു കാർഡാണ്. ഇത് 3000 പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. അറ്റ്ലസ് കാർഡിൽ പക്ഷേ നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. നമുക്ക് 1:2 എന്ന രീതിയിൽ നമുക്ക് ഒട്ടുമിക്ക പാർട്ട്നേഴ്സിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇവിടെ 1:1 ഒട്ടുമിക്ക പാർട്ട്നേഴ്സിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളൊരു ട്രാവലറാണ്, പ്രത്യേകിച്ച് നിങ്ങൾ എയർ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡ് വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല സ്പെൻഡിങ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റിവാർഡ് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾക്ക് വലിയ സ്പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു കാർഡ് എടുക്കേണ്ട, കാരണം ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി